അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകാൻ ആയുസ്സിലൊരിക്കൽ കൂടി എനിക്കും നിങ്ങൾക്കും അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, വിശുദ്ധ റമദാനിന്റെ ലക്ഷ്യം തഖ്വയാണ്. നിഷിദ്ധങ്ങളോട് അകലം പാലിക്കുവാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള മനക്കരുത്ത് നേടുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബിനു വേണ്ടി നോമ്പെടുക്കുവാനും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശപ്പും ദാഹവും സഹിക്കുവാനും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അരുതായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു ശീലം ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുമ്പോൾ ജീവിതത്തിലുടനീളം നമുക്ക് ഇതൊരു മനക്കരുത്തായി തീരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് നന്മകളിൽ നിരതരാകുവാനും ഈ റമദാനിലൂടെ നമ്മൾ മനക്കരുത്ത് ആർജിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഇടപെടുമ്പോൾ പലപ്പോഴും നമ്മളിൽ നിന്നും കൈമോശം വന്നു പോകുവാൻ ഏറെ സാധ്യതയുള്ള കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയാവർത്തി നമ്മളെ ഇപ്രകാരം വിളിക്കുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, അഥവാ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും അന്ത്യദിനത്തിലുമെല്ലാം ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ചവരെ എന്നാണ് അള്ളാഹു അവിടെ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു ഉണർത്തുന്നത് ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരിടത്ത് അള്ളാഹു ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിയഅദിൻ. ഹേ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യുക. ഇത്തഖുല്ലാ, തഖ്വയാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് കാത്തു സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകും. നമ്മൾ നാളെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വല്ലതും കയ്യിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഏത് സമയത്തും ഇനി ഈ റമദാനിലും തുടർന്നങ്ങോട്ടും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത: പടച്ചോനെ, മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ അമലുസ്വാലിഹാത്തുകൾ എൻ്റെ കയ്യിലുണ്ടോ? മരിച്ചു പോകുമ്പോൾ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? ഇത് നിരന്തരം ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നതായിരിക്കണം ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ആകാശഭൂമികളെക്കാളും പ്രവിശാലമാണ് ആ സ്വർഗം. അത് തഖ്വയുള്ളവർക്ക് മാത്രം ഒരുക്കി വെക്കപ്പെട്ടതാണ്. സൂറത്ത് ആലുംബ്രാനിൽ അള്ളാഹു നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു വഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് കടന്നു വരിക. തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗം. അപ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത്. റമദാൻ നമ്മുടെ കൈത്തലങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഇന്നും നാളെയുമായിട്ട് റമദാനിൻ്റെ രാപ്പകലുകൾ നമ്മളിൽ നിന്നും പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ നിമിഷത്തെ വളരെ പെട്ടെന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി റബ്ബിങ്കലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. പാപം പൊറുക്കപ്പെടാതെ ഈ റമദാൻ നമ്മളിൽ നിന്നും പൊഴിഞ്ഞു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കുക. ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹുവോട് ഏറ്റുപറയുക. തൗബ ചെയ്ത് മടങ്ങുക. ഇനി ഒരിക്കലും ഞാൻ ആ പാപങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുകയില്ല റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറയുക. എങ്കിൽ അതിന് അള്ളാഹു നമുക്ക് മനക്കരുത്ത് നൽകും. തിന്മകളിൽ നിന്നും അവൻ ബഹുദൂരം നമ്മളെ അകറ്റി നിർത്തും. എന്നിട്ട് തഖ്വയോടെ ജീവിക്കാൻ അവൻ നമുക്ക് അവസരം ഒരുക്കി തരും. എന്നിട്ട്
അള്ളാഹു സൂറത്ത് ആൽ ഇംറാനിന്റെ 134 ആയത്തിൽ നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട്. 133 ആയത്തിൽ തഖ്വയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ശേഷം 134 ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദറാഇ, തഖ്വയുള്ളവരായ ആളുകൾ അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അവര് ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. അഥവാ അവർ ജീവിതത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. ഇന്നും നാളെയുമായിട്ട് ലഭിക്കപ്പെട്ട ജീവിതം ജീവിച്ചു പോകണം, അതിനു വേണ്ടിയിട്ട് സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം, അതിനു വേണ്ടിയിട്ട് പ്രയത്നങ്ങൾ നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. പക്ഷേ ഇതൊരു തീർന്നു പോകാത്ത ജീവിതത്തെ പോലെ അവർ മുഖവിലേക്ക് എടുക്കുകയില്ല. അവർക്ക് അല്ലാഹു നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കും. അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കണം എന്നവർ ആഗ്രഹിക്കും. കാരണം ഭൂമിയിലെ ജീവിതത്തെക്കാളും പ്രാധാന്യം പരലോകത്തെ ജീവിതമാണ് എന്ന് ഉൾക്കൊണ്ട മനുഷ്യരാണ് അവര്. അതുകൊണ്ട് അവർക്ക് സന്തോഷമുള്ള വേളയിലും ദുഃഖമുള്ള വേളയിലുമൊക്കെ ഒരേപോലെ ദാനധർമ്മം ചെയ്യും. അപ്പോൾ തന്നെ അവരുടെ മനസ്സിന് സന്തോഷം നിലനിർത്തപ്പെടുകയും ദുഃഖം നീക്കപ്പെടുകയും ചെയ്യും എന്നുകൂടി നമ്മൾ അതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്, അപ്രകാരം ദാനധർമ്മം ചെയ്യുമ്പോൾ. ഇനി രണ്ടാമതായിട്ട് അല്ലാഹു തഖ്വയുള്ളവരുടെ അടയാളമായിട്ട് ഇപ്രകാരം പറയുന്നു, വൽ കാദിമീനൽ ഗൈദ, അവർ കോപത്തെ ഒതുക്കി നിർത്തുന്നവരാണ്. മനുഷ്യ സഹജമാണ് കോപം എന്ന വികാരം, അറിഞ്ഞും അറിയാതെയും അത് നമ്മളിൽ ഉണ്ടായിത്തീരും. പക്ഷേ കോപിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പരലോക വിജയത്തെയും ബാധിക്കുന്ന വിഷയമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തിക്കളയുന്ന വികാരമാണ് ദേഷ്യമെന്ന് പറയുന്നത്. നമ്മളിൽ നിന്നും ബന്ധങ്ങൾ അകന്നു പോകാൻ കാരണമായിത്തീരുന്നത് നമ്മളിലെ ദേഷ്യവികാരമാണ്. മറ്റുള്ളവർ നമ്മളെ വെറുക്കാൻ കാരണമായിത്തീരുന്നത് നമ്മളിലെ ദേഷ്യപ്രകടനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പരുക്കനാക്കി തീർക്കുന്നതും ദേഷ്യം തന്നെയാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആരോടൊക്കെയോ ദേഷ്യം കാണിച്ചുവോ അവർക്കൊക്കെ നമ്മൾ പകരം നമ്മുടെ നന്മകൾ, നമ്മുടെ അമലുകൾ എടുത്ത് വീതിച്ച് വരേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രയത്നം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. എൻ്റെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് കോപം എന്ന ഉറച്ച ബോധ്യത്തോടെ ദേഷ്യം വരുമ്പോൾ അതിനെ ഒതുക്കി നിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനൊരു ശ്രമമുണ്ടായാൽ മതി. അതിൽ അള്ളാഹു ആ ശ്രമത്തെ വിജയിപ്പിച്ചു തരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി തഖ്വയുള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണ് എന്താണ്? വൽ ആഫീന അനിന്നാസ്, അവര് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ആരെങ്കിലും അവരോട് ദേഷ്യത്തോടെ പെരുമാറിയാൽ, ആരെങ്കിലും അവർക്ക് ദ്രോഹം ചെയ്താൽ, ആരെങ്കിലും അവരെ വേദനിപ്പിച്ചാൽ അവർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള വിശാല മനസ്സ് തഖ്വയുള്ളവർക്കുണ്ടായിരിക്കും. കാരണം മനുഷ്യരെ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ നമ്മളോട് തെറ്റ് ചെയ്തു പോയെങ്കിൽ അവർക്ക് നമ്മൾ അത് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഒരുപാട് തെറ്റ് പറ്റിപ്പോയവരാണ് നമുക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്കും പുറത്തു കൊടുക്കേണ്ടവരാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സൂറത്ത് നൂറിൽ നമ്മളോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന്. അഥവാ അങ്ങനെ ആഗ്രഹമുള്ളവര് മനുഷ്യർക്ക് പുറത്തു കൊടുക്കണം എന്നാണ് അല്ലാഹു അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദ്രോഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുവാനുള്ള വിശാല മനസ്കത തഖ്വയുള്ളവരുടെ അടയാളമാണ് എന്ന് അല്ലാഹു നമ്മളിവിടെ പഠിപ്പിക്കുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹിബ്ബുൽ മുഹസ്സിനീൻ, അല്ലാഹു ഈ സുഹൃതവാന്മാരെ സ്നേഹിക്കുമെന്ന്. അഥവാ സങ്കടത്തിലും ദുഃഖത്തിലും ദാനം ചെയ്യുന്ന, ദേഷ്യത്തെ ഒതുക്കി നിർത്തുന്ന, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള വിശാല മനസ്കതയുള്ളവരെയാണ് സുഹൃതവാന്മാർ അല്ലാഹു എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കപ്പെടും. റബ്ബിന്റെ സ്നേഹം ലഭിച്ചാലാകട്ടെ പിന്നീട് നമ്മൾക്ക് സങ്കടങ്ങളൊന്നും ബാധിക്കില്ല, പ്രയാസങ്ങളൊന്നും നമ്മളെ തളർത്തിക്കളയുകയില്ല. ഏതൊരവസ്ഥയിലും ഈമാനിന്റെ ഇസ്സത്തും കരുത്തും നമുക്ക് ലഭിക്കപ്പെടുകയും ചെയ്യും. തുടർന്ന് അല്ലാഹു സൂറത്തു ആൽ ഇംറാനിന്റെ 135 ആയത്തിൽ നമ്മളോട് ഇപ്രകാരം പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ദലമൂ അൻഫുസഹും, തങ്ങൾ വല്ല നീചകൃത്യവും ചെയ്യുകയോ അല്ലെങ്കിൽ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയോ ചെയ്താൽ, അങ്ങനെയാണല്ലോ മനുഷ്യര്, ഏതെങ്കിലും ആളുകളുണ്ട് അവര് തഖ്വയുള്ളവരൊക്കെ ആയിരിക്കാം, പക്ഷെ ഏതെങ്കിലും ഒരു ദുർനിമിഷത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിന് പിടുത്തം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ നമ്മൾ തന്നെ
തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വന്തത്തോട് തന്നെ നമ്മൾ അതിക്രമം ചെയ്യലാണത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തഖ്വയുള്ളവരെന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർക്കണം. എന്നിട്ടോ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, തങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാൻ? നിങ്ങൾ മനുഷ്യരാണ്, അറിയാതെ നിങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകും. ആ നിമിഷത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് റബ്ബെന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത് എന്ന് അള്ളാഹു സ്നേഹത്തോടെ നമ്മളോട് ചോദിക്കുന്നു. എന്നിട്ട് ആ തഖ്വയുള്ള മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? അവരിൽ തെറ്റുപറ്റി അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി. ഇനി അവരെന്താണ് ചെയ്യേണ്ടത്? വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ ചെയ്ത തെറ്റുകളിൽ അറിഞ്ഞുകൊണ്ട് അവർ ശഠിച്ചു നിൽക്കുകയില്ല. അഥവാ ഇനിയും അത് ചെയ്യാതിരിക്കാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. പറഞ്ഞുവല്ലോ, ആ ഒരു ശ്രമം മതി, അള്ളാഹു അതിനെ വിജയിപ്പിച്ചു തരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് തഖ്വ നമ്മൾ നേടിയെടുക്കേണ്ടത്. ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് നമുക്ക് സമാധാനിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ഓരോ നിമിഷവും ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിരന്തരം ഇടതടവില്ലാതെ റബ്ബിനോട് പാപമുക്തി തേടിക്കൊണ്ടിരിക്കുക. കണ്ണ് നനഞ്ഞ് റബ്ബിനോട് പാപമോചനം തേടുക. അള്ളാഹു നമ്മളെ കൈവെടിയുകയില്ല. അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഇഹത്തിലും പരത്തിലും അവൻ്റെ ഇഷ്ടക്കാരായി നമ്മളെ പരിഗണിക്കും. അള്ളാഹു അവനേറെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓരോരുത്തരോടും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.